അനാഥരായ 3 കുട്ടികൾ നാട്ടുകാർക്കെല്ലാം നൊമ്പര കാഴ്ചയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉപ്പുതറ സ്വദേശി രജനിയെ വീടിനുള്ളിൽ തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃത്യം നിർവഹിച്ചത് രജനിയുടെ ഭർത്താവ് സുബിനാണെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. സംഭവശേഷം ഇയാളെ ഇവിടെ നിന്ന് കാണാതായി. സുബിൻ കോട്ടയം ഭാഗത്തേക്ക് ബസ്സിൽ പോയതായി നാട്ടുകാരിൽ ചിലർ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം ആരംഭിച്ചെങ്കിലും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇയാൾ ഇവിടെ നിന്ന് പോയിട്ടില്ലെന്ന് മനസ്സിലാക്കി. തുടർന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് മേഖലയിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇവരുടെ വീടിന് ഏകദേശം 500 മീറ്റർ അകലെയുള്ള പ്രദേശത്താണ് സുബിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉപ്പുതറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സുബിനും കുടുംബവും 1 മാസം മുൻപാണ് ഇവിടെ താമസത്തിനെത്തിയത്. ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം വൈകിട്ട് സ്കൂൾ വിട്ടുവന്ന ഇവരുടെ ഇളയ കുട്ടിയാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. സുബിനും രജനിക്കും 3 മക്കളാണുള്ളത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ഇടുക്കി. ആരെങ്കിലും ചോക്ലേറ്റോ സമ്മാനങ്ങളോ നൽകാമെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോകരുതെന്ന് കുട്ടികൾക്ക് മാതാപിതാക്കൾ നിർദ്ദേശം നൽകാറുണ്ടോ? നമ്മുടെ മക്കൾ അയൽവീടുകളിലും ബന്ധുവീടുകളിലും പോകുമ്പോൾ അവർക്ക് മേൽ അച്ഛനമ്മമാരുടെ അതീവ ശ്രദ്ധ വേണം കേട്ടോ. അത് പെൺകുട്ടികളാണേലും ആൺകുട്ടിയാണേലും ഒന്ന് കണ്ണു തെറ്റിയാൽ ചിലപ്പോൾ ചതിക്കുഴികളിൽ വീഴാം. പല സമ്മാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ചിലർ സൗഹൃദം കൂടാനെത്തും. പിന്നീട് ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കും. കോഴിക്കോട് ചെറുവണ്ണൂരിൽ പിറന്നാൾ സമ്മാനം നൽകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് 9ാം ക്ലാസ്സുകാരനെ അയൽവാസി പീഡിപ്പിച്ചത്. കേസിൽ ചെറുവണ്ണൂർ സ്വദേശി സജീന്ദ്ര ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി സജീന്ദ്ര ബാബുവാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. കുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. ഈ മാസം 4-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. പരിചയമുള്ള കുട്ടിക്ക് പിറന്നാൾ സമ്മാനം നൽകാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സജീന്ദ്ര ബാബുവിന്റെ ബൈക്കിൽ കയറ്റിയാണ് കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് കിടപ്പുമുറിയിലാണ് സമ്മാനമുള്ളത് എന്ന് പറഞ്ഞ് കുട്ടിയെ അവിടെ കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പറയുന്നത്. തുടർന്ന് സ്കൂൾ അധികൃതർ നല്ലളം പോലീസിനെ വിവരം അറിയിച്ചു. 50 വയസ്സുകാരനായ പ്രതിയെ രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ ഫോണിൽ നിന്നും കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനു മുൻപും പ്രതി കുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. മക്കളെ സ്കൂളുകളിലേക്ക് വിടുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിൽ അവരെക്കുറിച്ച് എത്ര വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരിക്കുമല്ലേ. അവർ പഠിച്ച് മിടുക്കരാകണം, ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തണം. എന്നാൽ പാലക്കാട് മലമ്പുഴയിലെ ആ കുരുന്നുകൾക്ക് സ്കൂളിൽ പോകാൻ ഇപ്പോൾ പേടിയാണ്. അനിലെന്ന അധ്യാപകനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്ത ഭയം. വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തുന്നു.
10 വിദ്യാർത്ഥികൾ കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി നൽകുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗും സുരക്ഷയും ഒരുക്കുമെന്ന് CWC വ്യക്തമാക്കി. പാലക്കാട് മലമ്പുഴ കൊട്ടേക്കാടിൽ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യാപകൻ പലപ്പോഴായി പീഡിപ്പിച്ചെന്നാണ് മൊഴി. നേരത്തെ 5 കുട്ടികളും സമാനമായ മൊഴി നൽകിയിരുന്നു. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെയും അനിൽ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് നിഗമനം. സ്കൂളിൽ വെച്ചും പ്രതിയുടെ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നാണ് വിവരം. ഇയാൾക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. സ്കൂളിലെ കൂടുതൽ കുട്ടികളെ CWC കൗൺസിലിംഗ് ചെയ്തു വരികയാണ്. പുതിയതായി മൊഴി നൽകിയ വിദ്യാർത്ഥികളെ CWCയുടെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം കേസ് ഉൾപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. അതേസമയം പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാത്തതിൽ സ്കൂളിലെ അധ്യാപകരെയും പ്രതി ചേർക്കും. 6 വർഷം മുൻപാണ് പ്രതി സ്കൂളിൽ അധ്യാപകനായി എത്തിയത്. അന്നു തൊട്ടുള്ള ഇയാളുടെ പശ്ചാത്തലവും മലമ്പുഴ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നവംബർ 29-നായിരുന്നു കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചത്. ഡിസംബർ 18-ന് കുട്ടി സുഹൃത്തിനോട് പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. സഹപാഠിയുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ അന്ന് തന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞതിന് പിന്നാലെ ചൈൽഡ് ലൈനിൽ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സ്കൂൾ അധികൃതർ അധ്യാപകനിൽ നിന്ന് രാജി എഴുതി വാങ്ങുകയായിരുന്നു. അനിൽകുമാർ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നുവെന്നാണ് സ്കൂൾ അധികൃതർ മേലധികാരികളെ അറിയിച്ചത്. വിവരം സ്ഥിരീകരിച്ച് 2 ആഴ്ച കഴിഞ്ഞാണ് സ്കൂൾ അധികൃതർ പരാതി നൽകിയത്. മൊഴിയെടുക്കാൻ കുട്ടിയെ CWCയിൽ എത്തിച്ചതുമില്ല. ഒടുവിൽ ജനുവരി 3-നാണ് വിദ്യാഭ്യാസ വകുപ്പിന് സ്കൂൾ അധികൃതർ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായത്. സംഭവം വിശദമായി അന്വേഷിച്ച AEO DDEക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. AEOയുടെ റിപ്പോർട്ടിനെ തുടർന്ന് സംസ്കൃതം അധ്യാപകനായ അനിൽകുമാറിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവം അറിഞ്ഞിട്ടും മറച്ചുവെച്ചെന്ന കാരണത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപിക, ക്ലാസ് ടീച്ചർ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു. സ്കൂൾ മാനേജരെ അയോഗ്യനാക്കണമെന്ന AEO ശുപാർശ നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പൊതുനിരത്തിൽ മരണപ്പാച്ചിലും ഗുണ്ടായിസവും കാണിക്കുന്ന സ്വകാര്യ ബസ് ജീവനക്കാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവരെ പോലും വെല്ലുന്നതാണ് ഇപ്പോഴത്തെ KSRTC ജീവനക്കാരുടെ രീതികൾ. തിരുവനന്തപുരം വർക്കലയിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ KSRTC സ്വിഫ്റ്റ് ബസ് ഡ്രൈവറും കണ്ടക്ടറും കൊലവിളി നടത്തിയതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്വകാര്യ ബസിൻ്റെ ഗ്ലാസിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് പരസ്യമായ കൊലവിളിയിലും കയ്യാങ്കളിയിലും അവസാനിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. ഈ മാസം 8-ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. വർക്കലയിൽ നിന്ന് കാപ്പിലേക്ക് പോവുകയായിരുന്നു 2 ബസ്സുകളും. ഇതിനിടയിൽ KSRTC ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്വകാര്യ ബസിന്റെ ഗ്ലാസിൽ തട്ടി. തുടർന്ന് KSRTC ബസ് നിർത്താതെ പോവുകയും ചെയ്തു. അടുത്ത ജംഗ്ഷനിൽ വെച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ ഇത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു നടറോഡിൽ KSRTC ജീവനക്കാർ കൊലവിളി നടത്തിയത്. തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ നടറോഡിൽ ചെറിയ തോതിൽ കയ്യാങ്കളിയുമുണ്ടായി. നാട്ടുകാർ ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കി ഇരുകൂട്ടരെയും പറഞ്ഞുവിട്ടത്. ഇത് സംബന്ധിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ ആറ്റിങ്ങൽ ട്രാൻസ്പോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകി. ന്യൂസ് 18 ആറ്റിങ്ങൽ. ക്ഷേത്രോത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ചെറിയ അടിയും കയ്യാങ്കളിയും ഒക്കെ സ്വാഭാവികമാണ്.
എന്നാൽ മലപ്പുറം കീഴാറ്റൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം കൈവിട്ടുപോയി. താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായി നടത്തിയ നാടൻ പാട്ടിനിടെയാണ് സംഘർഷമുണ്ടായത്. പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിൽ കലാശിച്ചത്. ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. മലപ്പുറം കീഴാറ്റൂർ ശ്രീ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ഉത്സവത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച നാടൻ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം വളരെ പെട്ടെന്ന് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഗാനമേള കാണാൻ നിരവധി ആളുകൾ എത്തിയിരുന്നു. പാട്ടിനൊപ്പം നൃത്തച്ചുവടുകൾ വച്ചവർ വൈകാതെ പരസ്പരം അടിപിടി ആരംഭിച്ചു. പിന്നാലെ അത് കൂട്ടയടിയായി. താലപ്പൊലി മഹോത്സവം ശനിയാഴ്ച സമാപിക്കാനിരിക്കെയാണ് സംഘർഷം. പ്രശ്നം ആരംഭിച്ചപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കിയതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും അഭിനയിക്കുന്ന പരസ്യം സാധാരണക്കാരായ ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. അവർ പറയുന്ന വാഗ്ദാനങ്ങളും വാക്കുകളും ചിലർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നടീനടന്മാരെ പല കമ്പനികളും ബ്രാൻഡ് അംബാസിഡർമാരാക്കുന്നത്. എന്നാൽ പരസ്യത്തിൽ അഭിനയിച്ചു എന്ന് കരുതി ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അവർക്കാണോ? പരസ്യത്തിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് നടൻ മോഹൻലാലിനെതിരെ ഒരു പരാതി നേരത്തെ ഉയർന്നിരുന്നു. മണപ്പുറം ഫിനാൻസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നത് സംബന്ധിച്ചാണ് പരാതി ഉണ്ടായത്. മോഹൻലാലിനെതിരായ ആ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. പരസ്യത്തിലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പൂർണ്ണ ഉത്തരവാദിത്തം അതാത് സ്ഥാപനത്തിനെന്നാണ് കോടതിയുടെ നിരീക്ഷണം. മണപ്പുറം ഫിനാൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ നൽകിയ വാഗ്ദാനം പാലിച്ചില്ല എന്നായിരുന്നു മോഹൻലാലിനെതിരെയുള്ള പരാതി. 12% പലിശയ്ക്ക് സ്വർണ്ണ വായ്പ നൽകുമെന്നായിരുന്നു മോഹൻലാൽ അഭിനയിച്ച പരസ്യങ്ങളിലെ പ്രധാന വാഗ്ദാനം. പണയമെടുക്കാനെത്തിയപ്പോൾ കമ്പനി ഉയർന്ന പലിശ നിരക്ക് ഈടാക്കിയെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. മോഹൻലാലിന്റെ വാഗ്ദാനം വിശ്വസിച്ചാണ് വായ്പയെടുത്തതെന്നും അതിനാൽ സേവനത്തിലെ പിഴവിന് താരത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നുമായിരുന്നു പരാതി. എന്നാൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് പരാതിക്കാരും മോഹൻലാലും തമ്മിൽ നേരിട്ട് ഒരിടപാടും നടന്നിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ സ്ഥാപനത്തിന്റെ സേവനങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് മോഹൻലാൽ ചെയ്തത്. അതേസമയം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തങ്ങൾ വാഗ്ദാനം ചെയ്ത സേവനം ലഭ്യമായിട്ടില്ലെങ്കിൽ ഉചിതമായ സ്ഥലത്ത് പരാതിപ്പെടുന്നതിൽ ഹർജിക്കാരന് വിലക്കില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്യത്തിലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പൂർണ്ണ ഉത്തരവാദിത്വം സ്ഥാപനത്തിനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനും സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനും നേരത്തെ മോഹൻലാലിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വിസമ്മതിച്ചിരുന്നു. ഇതിനെതിരെ മോഹൻലാൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവനും തമ്മിലുള്ള ഇടപാടുകൾ തെളിയിക്കാൻ SITക്ക് കഴിയും. കേസിൽ തെളിവുകൾ തേടിയ അന്വേഷണ സംഘം തന്ത്രിയുടെ വീട്ടിലെത്തി. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ചില രേഖകൾ കണ്ടെത്താനായിരുന്നു പരിശോധന. അതിനിടെ കണ്ഠരര് രാജീവർക്കെതിരെ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ അന്വേഷണ സംഘം
അതിശക്തമായ നടപടികളിലേക്ക് നീങ്ങാനൊരുങ്ങുകയാണ്. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, അഴിമതി നിരോധന നിയമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിന് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കവർച്ച കേസിൽ വെള്ളിയാഴ്ച രാത്രി കോടതി റിമാൻഡ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെത്തിച്ച അദ്ദേഹത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസിയുവിലേക്ക് മാറ്റി. ജനറൽ ആശുപത്രിയിൽ ECG ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയ ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ഡോക്ടർമാർ ശുപാർശ നൽകിയത്. തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ജനറൽ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. കാലിൽ നീരുണ്ട്, രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി. കൂടുതൽ പരിശോധനകൾക്കായാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും ഡോക്ടർമാർ പറഞ്ഞു. പുള്ളിക്ക് ഓൾറെഡി പലവിധ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ നോക്കിയാൽ പ്രഷറും കാര്യങ്ങളൊക്കെ വളരെ വേരിയേഷൻ ഉണ്ടായിരുന്നു. 200 അടുത്ത BP കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ കിടന്ന് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ECG എടുത്താലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാലും കാലിൽ നീരും കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് ഇവാലുവേഷനായിട്ട് നമ്മൾ ജസ്റ്റ് മെഡിക്കൽ കോളേജിലോട്ടൊരു റൂട്ടീൻ ചെക്കപ്പിനായിട്ട് വിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യേണ്ട ഒരു എന്താ സാഹചര്യം എന്തായിരുന്നു? അല്ല, അത് പുള്ളിക്ക് പറഞ്ഞ പ്രശ്നത്തിലും വലിയ വേരിയേഷൻ ഉണ്ട്, കുറച്ചൊരു വേരിയേഷൻ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഫർദർ ഇവാലുവേഷനും ഈ പറഞ്ഞ കാലിലെ നീര് ഭാഗത്തിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനും പറ്റുമോ. ഉച്ചയ്ക്ക് ശേഷമാണ് കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തിയത്. വനിതാ പോലീസ് അടക്കം SITയുടെ 8-അംഗ സംഘമാണ് എത്തിയത്. വീട്ടിൽ നിന്നും ചില രേഖകൾ പിടിച്ചെടുത്തതാണ് സൂചന. കൂടുതൽ അന്വേഷണത്തിന് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ചൊവ്വാഴ്ച തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് ആലോചിക്കുന്നത്. തന്ത്രി ആശുപത്രിയായതിനാൽ ഇത് വൈകാനും സാധ്യതയുണ്ട്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒത്താശ ചെയ്ത് തന്ത്രി ആചാരലംഘനത്തിന് കൂട്ടുനിന്നെന്നും തട്ടിപ്പിന് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നുമാണ് അറസ്റ്റ് റിപ്പോർട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലുമായി പറയുന്നത്. 13-ാം പ്രതിയായ കണ്ഠരര് രാജീവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, പൊതുസ്വത്തിന്റെ അപഹരണം, ദുരുപയോഗം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വേണമെന്നും SIT പറയുന്നു. ഈ മാസം 23 വരെയാണ് കൊല്ലം വിജിലൻസ് കോടതി രാജീവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ BJP നേതാക്കൾ തന്ത്രിയുടെ വീട് സന്ദർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലിറങ്ങിയതോടെ പല ഉന്നതരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. നിലവിൽ SIT പ്രതി ചേർത്തവരെല്ലാം ED കേസിലും പ്രതിയാകും. ഇതോടൊപ്പം EDയുടെ തുടർന്നുള്ള നീക്കങ്ങൾ കേസിൽ നിർണായകമാണ്. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയേക്കുമെന്നാണ് സൂചന. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ തിങ്കളാഴ്ച ED കോടതിയിൽ സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. 2019 മുതൽ 2025 വരെയുള്ള പണമിടപാടുകളാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്താനായാൽ പ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനാണ് ED നീക്കം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക. കേസിൽ ED കഴിഞ്ഞ ദിവസം ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ED. ചോദ്യം ചെയ്യാൻ അനുമതി തേടിയുള്ള അപേക്ഷ ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ക്രൈംബ്രാഞ്ച് FIRലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കിക്കൊണ്ടാണ് EDയുടെ അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റി, A. പത്മകുമാർ, N. വാസു, തന്ത്രി കണ്ഠരര് രാജീവര്, 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളുമടക്കം 16 പേരെയാണ് SIT പ്രതി ചേർത്തിട്ടുള്ളത്. ഇവരെല്ലാം ED കേസിലും പ്രതികളാകും.
കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇ.ഡി. ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരുന്നില്ല. തുടർന്ന് ഇ.ഡി. കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുകയും രേഖകൾ നൽകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും അതീവ ഗുരുതരമായ കുറ്റമാണ്. പ്രത്യേകിച്ച് ലൈംഗിക പീഡന കേസിലെ ഇരയാണെങ്കിൽ അവർക്കെപ്പോഴും ഒരു നിയമ പരിരക്ഷ ഉണ്ടാകും. ഇവിടെ ഇരയെ അധിക്ഷേപിക്കുന്നവർക്ക് രാഹുൽ ഈശ്വറിൻ്റെ അനുഭവം ഒരു പാഠമാകണം. കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ടും അയാൾക്കിപ്പോഴും ഒരു മാറ്റവുമില്ല. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചു. പരാതിക്കാരിയെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും അധിക്ഷേപിച്ചുവെന്നും ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സൈബർ പോലീസ് കോടതിയെ സമീപിച്ചത്. അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെട്ട ബലാത്സംഗ കേസിൽ ആദ്യം പരാതി നൽകിയ യുവതിയെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചുവെന്ന കേസിൽ രാഹുൽ ഈശ്വർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ രാഹുലിന് ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാഹുലിന്റെ വീഡിയോ പരാമർശങ്ങൾ അതിജീവിതയുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണെന്നും അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണെന്നും ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നു. സൈബർ പോലീസ് തിരുവനന്തപുരം ACJM കോടതിയിലാണ് അപേക്ഷ നൽകിയത്. അതിജീവിതയെ ഫേസ്ബുക്കിലൂടെ വ്യാജ അതിജീവിത എന്ന് വിളിച്ചെന്നും ഇത് അവരിൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയെന്നും അപേക്ഷയിലുണ്ട്. ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കും വിധം പ്രതികരണങ്ങൾ നടത്തിയെന്ന് അതിജീവിത പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷിച്ചാണ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. പരാതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നിന്നും അതിജീവിതയെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രാഹുൽ ഈശ്വറിന്റെ അപമാനിക്കലെന്നും അപേക്ഷയിൽ സിറ്റി സൈബർ പോലീസ് പറയുന്നുണ്ട്. രാഹുൽ ഈശ്വറിനോട് തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഈശ്വറിന് പറയാനുള്ളതും അതിജീവിതയുടെ അഭിഭാഷകന് പറയാനുള്ളതും കേട്ട ശേഷമായിരിക്കും ജാമ്യവ്യവസ്ഥയിലെ ലംഘനവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം കോടതി കൈക്കൊള്ളുക. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കുള്ള സമയത്തെത്തി അതിവിദഗ്ധമായി കവർച്ച നടത്തുന്ന കള്ളന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ജീവനക്കാരുടെ ശ്രദ്ധ തിരിച്ചാണ് പലപ്പോഴും മോഷണം നടത്തുന്നത്. പെരുമ്പാവൂരിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന കള്ളന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മോഷ്ടിച്ച ഫോൺ പിന്നീട് അങ്കമാലിയിലെത്തിച്ച് വിൽപ്പന നടത്തിയതായും വിവരം ലഭിച്ചു. പ്രതിക്ക് വേണ്ടി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പെരുമ്പാവൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അതിവിദഗ്ധമായി മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന കള്ളന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പെരുമ്പാവൂർ നഗരമധ്യത്തിൽ കോടതിക്കും പോലീസ് സ്റ്റേഷനും ചേർന്നുള്ള കെയർ മെഡിക്കൽസിലാണ് മോഷണം നടന്നത്. മരുന്നുകൾ വാങ്ങാനെന്ന വ്യാജേനയെത്തി ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയോട് ഓട്സ് വേണമെന്നാവശ്യപ്പെട്ടു. ഒരെണ്ണം എടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളതാണ് വേണ്ടതെന്ന് ഇയാൾ പറയും. ജീവനക്കാരി ഓരോരോ പാക്കറ്റുകൾ എടുത്തുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. അവസാനം ഇയാൾ ആരുമറിയാതെ മൊബൈൽ ഫോൺ കൈക്കലാക്കി മടിയിൽ വെച്ചു. ഓട്സ് എടുത്ത് ജീവനക്കാരി ബില്ലടിക്കാനായി പോയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് ഇയാൾ സ്ഥലം വിട്ടു. അതിനുശേഷമാണ് ഫോൺ നഷ്ടപ്പെട്ട വിവരം ജീവനക്കാരി അറിയുന്നത്. ഇവരുടെ ഐഫോണാണ് മോഷ്ടാവ് കവർന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ
ഇവർ ഉടൻ തന്നെ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. അതിനിടെ മോഷ്ടാവ് പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിയിലെത്തി മോഷ്ടിച്ച മൊബൈൽ ഫോൺ 1000 രൂപയ്ക്ക് വിറ്റ് കടന്നു കളഞ്ഞു. ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ് മോഷണം നടത്തിയതെന്നാണ് നിഗമനം. പരാതിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേസെടുത്ത പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പെരുമ്പാവൂർ. കൗമാരക്കാരും യുവാക്കളും സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ചില അഭ്യാസ പ്രകടനങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ കാറിൻ്റെ പിൻവാതിൽ തുറന്നിട്ട് യുവാക്കൾ നടത്തിയ അപകട യാത്രയിലേക്കാണ്. വിവാഹ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ച 2 കാറുകളിലായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന. പരപ്പനങ്ങാടി കോഴിക്കോട് റൂട്ടിൽ ആനങ്ങാടി ഭാഗത്താണ് നടുറോട്ടിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം അരങ്ങേറിയത്. 2 കാറുകളിലായി ഡോർ തുറന്നിട്ടുകൊണ്ടായിരുന്നു അപകടയാത്ര. ഡിക്കി തുറന്നിട്ട് കാൽ റോഡിലേക്ക് തൂക്കിയിട്ടിരുന്നു കൊണ്ടായിരുന്നു യാത്ര. വിവാഹ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ച യുവാക്കളാണ് കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. ഈ സമയം ഇതുവഴി വന്ന മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരൻ സംഭവം വീഡിയോയിൽ പകർത്തുകയായിരുന്നു. അപകടയാത്രയ്ക്കെതിരെ പരപ്പനങ്ങാടി സ്വദേശി പോലീസിന് പരാതി നൽകി. ന്യൂസ് 18 തിരൂർ. പൊതുനിരത്തിൽ ഏറ്റവും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് മലയാളികളെന്നാണ് കരുതിയത്. എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലും സ്ഥിതി സമാനമാണ്. ബംഗളൂരുവിൽ ഡെലിവറി ഏജന്റിനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തെക്കുറിച്ച് കൂടി അറിയണം. ഇരുചക്ര വാഹനത്തിലെത്തിയ 2 യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ഇവരുടെ വാഹനത്തിൽ ഡെലിവറി ഏജന്റിന്റെ സ്കൂട്ടർ തട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ഹെൽമറ്റ് കൊണ്ടുള്ള മർദ്ദനത്തിൽ യുവാവിന് സാരമായി പരിക്കേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേസിൽ 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരു മഹാദേവപുര മെയിൻ റോഡിലാണ് കഴിഞ്ഞ ദിവസം ഡെലിവറി ഏജന്റിന് നേരെ ക്രൂരമായ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 2 യുവാക്കൾ ഡെലിവറി ജീവനക്കാരനായ ദിലീപ് കുമാറിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുകയും റോഡിലിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. ദിലീപ് കുമാറിന്റെ സ്കൂട്ടർ പ്രതികളുടെ ബൈക്കിൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ഹെൽമറ്റ് കൊണ്ട് മുഖത്തിടിയേറ്റ ദിലീപ് സ്കൂട്ടറുമായി റോഡിലേക്ക് മറിഞ്ഞു വീണു. തുടർന്ന് പ്രതികൾ ഇയാളെ നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. മർദ്ദനം തടയാൻ ശ്രമിച്ച നാട്ടുകാരെയും യുവാക്കൾ ആക്രമിക്കാൻ മുതിർന്നു. ഇതോടെ ക്ഷുഭിതരായ നാട്ടുകാർ സംഘം ചേർന്ന് പ്രതികളെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ജഗത്, ധർമ്മ എന്നിവരാണ് അറസ്റ്റിലായത്. ന്യൂസ് 18 ബംഗളൂരു. തിരുവനന്തപുരം മാറനല്ലൂരിലെ നാട്ടുകാർക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. അവിടെ മോഷണമൊഴിയാത്ത ദിവസങ്ങളില്ല. ആളില്ലാത്ത വീടുകൾ ലക്ഷ്യമിട്ടാണ് കവർച്ച.
കഴിഞ്ഞ രാത്രിയിൽ ഊരുട്ടമ്പലം സ്വദേശി പ്രതാപചന്ദ്രൻ്റെ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. മോഷണം തുടർക്കഥയായിട്ടും കള്ളനെ പിടിക്കാൻ പോലീസിന് കഴിയാത്തത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. ഉരുട്ടമ്പലം ഗോവിന്ദമംഗലം കട്ടറക്കുഴിയിൽ പ്രതാപേന്ദ്രന്റെ വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലാണ് മോഷണം നടന്നത്. 5 പവനിലധികം സ്വർണവും 1 ലക്ഷത്തിലധികം രൂപയും കള്ളന്മാർ കൊണ്ടുപോയി. 15 പവൻ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്ന് ഭാഗ്യം കൊണ്ട് 10 പവൻ കള്ളന്റെ കണ്ണിൽപ്പെടാതെ തിരികെ ലഭിച്ചതായി വീട്ടുകാർ പറയുന്നു. മോഷണം നടക്കുമ്പോൾ വീട്ടുകാർ കുട്ടികളുടെ സ്കൂൾ വാർഷികത്തിൽ പങ്കെടുക്കുകയായിരുന്നു. വീടിന്റെ പിന്നിലെ വാതിലാണ് ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്നത്. കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയും 1.25 പവൻ തൂക്കം വരുന്ന ഒരു വള, 1 പവന്റെ മുത്തുമാല, ചുട്ടിയോടുകൂടിയ 1.25 പവന്റെ മറ്റൊരു മാല, 1/2 പവന്റെ ഒരു മോതിരം, 3/4 പവന്റെ മറ്റൊരു മോതിരം, 2 ഗ്രാം തൂക്കം വീതമുള്ള 2 മോതിരങ്ങൾ, അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന 6000 രൂപ എന്നിവയാണ് അപഹരിച്ചത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടാണ് മോഷണം നടത്തിയത്. രാവിലെ പിള്ളേർക്ക് ആനുവൽ സെലിബ്രേഷൻ ആയതുകൊണ്ട് സ്കൂളിൽ 3 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് രാത്രി ഒരു 8:45 9 മണിയായപ്പോഴാണ് വന്നത്. അപ്പോഴത്തേക്ക് വണ്ടി ബാക്കിലോട്ട് ഇറക്കാൻ ചേട്ടൻ ഇറക്കി കൊണ്ടുവന്ന സമയത്ത് ഞാൻ കറണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. തള്ളി നോക്കിയപ്പോഴും അകത്തുനിന്ന് കുറ്റി കിടക്കണോണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടുന്ന് നേരെ ചെന്ന് ഫീസ് ഊരി വെച്ചിരിക്കുകയായിരുന്നു. അത് കണക്ട് ചെയ്ത് വെച്ചിട്ട് കറണ്ട് വന്നതിന് ശേഷം വടക്കേ വശത്തൂടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കതക് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി ഇതിനകത്തുണ്ടായിരുന്ന സ്വർണവും പൈസയും എല്ലാം അവരെടുത്തുകൊണ്ട് പോയി. മാറനല്ലൂരിൽ മോഷണ പരമ്പര ഉണ്ടായിട്ടും കള്ളനെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം ആര്യനാട് പെൺകുട്ടിയുടെ ശരീരത്തിൽ തിളച്ച പാലൊഴിച്ച് പൊള്ളലേൽപ്പിച്ച യുവാവ് റിമാൻഡിൽ. 2 വർഷം മുമ്പ് വിവാഹിതനായ യുവാവ് തന്റെ ഒപ്പം ഒളിച്ചോടിയ പെൺകുട്ടിയാണ് പൊള്ളലേൽപ്പിച്ചത്. പ്രതി പറണ്ടോട് സ്വദേശി മഹേഷിനെതിരെ നിരവധി കേസുകളുള്ളതായി പോലീസ്. തിരുവനന്തപുരം മുട്ടത്തറ പരുത്തിക്കുഴിയിൽ കാറിൽ നിന്ന് 42 കിലോ കഞ്ചാവ് പിടിച്ചു. പൂജപ്പുര സ്വദേശി പ്രത്യുഷ്, കരിമഠം സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. മകനോടുള്ള വിരോധത്തെ തുടർന്ന് അമ്മയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ ജെ സുരേഷ്, നന്ദകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് മാട്ടുപ്പെട്ടി സ്വദേശിക്ക് നേരെ ആക്രമണമുണ്ടായത്. തിരുവനന്തപുരം ആര്യനാട് തൂമ്പുകോണത്ത് വീടിന് സമീപം വെച്ചിരുന്ന ബൈക്കിൽ നിന്നും പെട്രോൾ മോഷ്ടിച്ചത് ചോദ്യം ചെയ്ത ഉടമയെ ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിലായത് അരുൺ, രമേശ്, ജിഷ്ണുകുമാർ എന്നിവർ. എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്നതിന് മുൻപ് ആ ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ചില ദിവസങ്ങൾ നമുക്ക് നല്ലതായിരിക്കും, ചിലപ്പോൾ അല്പം വിഷമങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരിക്കും. ജോലി സമ്മർദ്ദവും വീട്ടിലെ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതിനിടെയാണ് ചിലരുടെ പരിഹാസങ്ങൾ, യാത്രയ്ക്കിടെ വഴിയിൽ വെച്ചുണ്ടായ തർക്കവും സംഘർഷങ്ങളും. ഇതെല്ലാം മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നത്തിന് കാരണക്കാരായവരോട് പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിക്കാറുണ്ടോ? വിട്ടുകളയുന്നേ. ഓരോ ദിവസവും ഓരോ പാഠങ്ങളായിരിക്കണം. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നമുക്കതൊക്കെ കരുത്തു പകരാം. മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ നാശത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിയുക വേണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.